ഹരിച്ചേട്ടാ നമസ്കാരം. നമസ്തേ. ഹരിച്ചേട്ടാ, ഈ ചെന്നൈയിൽ അണ്ണാ സർവകലാശാലയിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവം, അതിനെ തുടർന്നുണ്ടായ അറസ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. മദ്രാസ് ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കോടതിയുടെ ഉത്തരവൊക്കെ വന്നു. അത് അവരുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് അവിടെ കത്തിപ്പടർന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിലെമ്പാടും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. എന്താണ് ചേട്ടാ ഇപ്പോഴും അതിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്താണ് ഈ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് കാരണം? അതൊന്ന് വിശദീകരിക്കാമോ? പ്രശാന്തേ, കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രഗത്ഭമായ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആയ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ ചെന്നൈ ക്യാമ്പസിൽ ഒരു പെൺകുട്ടി അതിനിഷമായി പീഡിപ്പിക്കപ്പെട്ടു. ആ പീഡനത്തിനെ തുടർന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ പീഡനത്തിൽ തമിഴ്നാട് സർക്കാരിനുള്ള തമിഴ്നാട് ഭരണകക്ഷിയായ DMKക്കുള്ള ഒരു പങ്ക്, അതായത് അവരുടെ പ്രവർത്തകനാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ജ്ഞാനശേഖരൻ എന്ന ഒരു ആരോപണമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇന്ന് പിടിച്ചുലയ്ക്കുന്നത്. ശരിക്കും ഇന്ന് തമിഴ്നാട് പ്രക്ഷോഭത്തിന്റെ കൊടുങ്കാറ്റിൽപ്പെട്ട ആടി ഉലയുകയാണ്. ഈ സമരങ്ങളെ നിർദാക്ഷിണ്യം ചവിട്ടി അരച്ച് അതിനെ ചോരയിൽ മുക്കിക്കൊല്ലാനും അവരെ എതിർപ്പിന്റെ സ്വരങ്ങളെ നിശബ്ദമാക്കാനുമാണ് തമിഴ്നാട് സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഇത്ര അതിനിഷ്ഠൂരവും പൈശാചികവുമായ ഒരു സംഭവം നടക്കുമ്പോൾ പ്രതിഷേധിക്കാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ? എന്തുകൊണ്ടാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്? കാരണം അതിനെക്കുറിച്ച് തമിഴ്നാട് ഘടകം അധ്യക്ഷൻ അണ്ണാമല പറയുന്നത്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, തമിഴ്നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ നിരവധിയായി നടന്നു. അങ്ങനെയുള്ള ചില അതിനിഷ്ഠൂര സംഭവങ്ങളിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാണ്, ജനങ്ങളെ ശരിയായ രീതിയിൽ എന്താണ് തമിഴ്നാട്ടിൽ തങ്ങളുടെ ചുറ്റും നടക്കുന്നതെന്ന ഒരു ബോധമുണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ സമര പരിപാടികൾ നടത്തുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉയരുന്ന ഒരു പ്രശ്നം, ഒരു ചോദ്യം, ആരായിരുന്നു ഈ പെൺകുട്ടിയെ അനധികൃതമായി തടവിൽ വെക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത സമയത്ത് പീഡകന്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നു. അതിന് അയാൾ മറുപടി കൊടുക്കുന്നത് സാർ എന്ന് വിളിച്ചുകൊണ്ടാണ്. ആരായിരുന്നു ആ സാർ? ഇത് പറയുക എന്നൊരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ തമിഴ്നാട്ടിൽ നടക്കുകയാണ്. ഭരണകക്ഷിയുടെ ഏതോ ഉന്നതനായ നേതാവ് ആയിരിക്കണം ഈ സാർ എന്നുള്ള ന്യായമായ സംശയം സമൂഹത്തിൽ പലയിടത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇതിന് വ്യക്തമായ മറുപടി കൊടുക്കാൻ പറ്റാത്ത തമിഴ്നാട്ടിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ കോടതി രൂപീകരിച്ച അന്വേഷണ സംഘം നിലവിൽ വന്നെങ്കിലും അവിടെ ജനങ്ങളുടെ രോഷമടങ്ങാത്തത് എനിക്ക് തോന്നുന്നത് ഇത്തരം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ആണ് ഈ ജനരോഷത്തിന്റെ കാരണം. ചോദിച്ചോളൂ. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ വന്നത് ഈ ഫോൺ കോളുമായി ബന്ധപ്പെട്ടാണ്. ഇയാൾ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും ആ കുട്ടിയുടെ ഉപദ്രവിച്ചതിന് ശേഷം അതിൻ്റെ ദൃശ്യങ്ങൾ വിവസ്ത്രയാക്കി ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അയാൾ പറഞ്ഞത്, ഇത് നിൻ്റെ അച്ഛൻ അയച്ചു കൊടുക്കും, അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ വിളിക്കുമ്പോഴെല്ലാം വരണം, എന്നു മാത്രമല്ല ഞാൻ പറയുന്ന ഒരാളിനോടൊപ്പം നീ പോകുകയും വേണം എന്ന് ഈ കുട്ടിയോട് ആവശ്യപ്പെട്ടു, ഭീഷണിപ്പെടുത്തി. കുട്ടി ആകെ തകർന്നുപോയി. അപ്പോഴാണ് ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ മൊബൈലിൽ കോള് വന്നു. ഇപ്പം എൻ്റെ ചോദ്യം, ഇതൊരു ആസൂത്രിതമായ കുറ്റകൃത്യമാണോ? ഈ പീഡനം വളരെ ആസൂത്രിതമാണോ? ഇയാളെ കൊണ്ട് ആരോ ചെയ്യിച്ചതുപോലെയാണല്ലോ തോന്നുന്നത്. എന്താണ് അങ്ങേക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഇതിനു പിന്നിൽ ഒരു ഗൂഢസംഘം തന്നെ ഉണ്ടായിരിക്കാമെന്നുള്ള സംശയമാണ് തമിഴ്നാട്ടിൽ ഇന്ന് പല വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്താണ് DMK സർക്കാരിന് ഈ എതിർപ്പിന്റെ സ്വരങ്ങളോട് ഇത്ര വിരോധം? അവർ പലപ്പോഴും നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ഇതിനാണല്ലോ, ഏകാധിപതി എന്നാണല്ലോ, എതിർപ്പിന്റെ സ്വരങ്ങളെ ഒട്ടും അംഗീകരിക്കാത്ത വ്യക്തി എന്നുള്ള നിലയിലാണല്ലോ. പക്ഷെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ കാണുന്നത്, ഇന്നലെ അവിടെ സീമാൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ നാം തമിഴർ കക്ഷിയുടെ നേതാവായ സീമാന്റെ നേതൃത്വത്തിൽ ഒരു 200-300 ആൾക്കാർ പ്രതിഷേധിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവരെ ക്രൂരമായിട്ട് ലാത്തി ചാർജ് ചെയ്യുകയും അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇത് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഒരു എതിർപ്പിന്റെ ഒരു സ്വരം പുറത്തു കേൾക്കാൻ പോലും DMK സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിരിക്കണം. മാത്രമല്ല, നമ്മൾ ചോദിച്ച ചോദ്യത്തിനൊരു മറുപടി എന്ന് പറയുന്നത്,
നേരത്തെ തന്നെ DMK-യുമായിട്ട് ബന്ധമുണ്ട്, DMK-യുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ നേതാവായിരുന്നു എന്നുള്ള ഒരു വ്യക്തമായ ആരോപണം അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രതി ഉപമുഖ്യമന്ത്രി ആയ ഉദയനിധി സ്റ്റാലിനൊപ്പം നിൽക്കുന്ന നിരവധി ഫോട്ടോകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തങ്ങൾ അറിയാതെ എടുത്തതും പോസ്റ്റ് ചെയ്തതുമാണെന്നൊക്കെയാണ് DMK കൈ കഴുകുന്നത്. DMK ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നത് തമിഴ്നാട്ടിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വലിയ സുരക്ഷയാണുള്ളതെന്ന് പറഞ്ഞിട്ട് ഇന്ന് പ്ലാക്കാർഡുകളുമായി സ്ത്രീകളെയും കുട്ടികളെയും തെരുവിലിറക്കാനെന്ന നോക്കണേ, എന്തൊരു അധപതനമാണ്. അതെ. അതായത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു വാസ്തവം നിലനിൽക്കുമ്പോൾ ആ സത്യം പോലും അംഗീകരിക്കാതെ അത് പുറത്തു പറയുന്നവരെ, അതായത് അന്വേഷണത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമം പോലെയാണ് പലതും നടന്നത്. FIR പരസ്യപ്പെടുത്തി അത് ഇരയുടെ മുഴുവൻ വിശദാംശങ്ങളും, അവരുടെ ഫോൺ നമ്പർ, അവരുടെ കുടുംബത്തിന്റെ അഡ്രസ്സ്, അവരുടെ പേരെല്ലാം പ്രചരിപ്പിച്ചു. കോടതിയിൽ നിന്നും അതിശക്തമായ വിമർശനങ്ങളാണ് പിന്നെ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ് ജനറലിന് നേരെ ഉയർന്നത്. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ പ്രധാന പ്രശ്നം ആരാണ് ഈ സർ എന്നുള്ളതാണ്. അപ്പൊ തന്നെ ഇത് ഒരു ഊഹാപോഹമല്ല. ഈ പെൺകുട്ടി പോലീസിന് കൊടുത്ത പരാതിയിൽ വ്യക്തമായി ഇത് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കോള് വന്നതായിട്ടും പീഡകൻ ഇങ്ങനെ ആ സർ എന്ന് വിളിച്ച ആളിനെ അവിടെ പ്രതികരിക്കുന്നതും ഒക്കെ തന്നെ പരാതിയിലുള്ള വിശദാംശങ്ങളാണ്. ഇതാണ് തമിഴ്നാടിനെ ഇന്ന് രോഷം കൊള്ളിക്കുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടിയോ അല്ലെങ്കിൽ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള എന്തെങ്കിലും ഒരു കൃത്യമായ ഒരു തെളിവോ ഇല്ലാത്തിടത്തോളം കാലം തമിഴ്നാട്ടിൽ ഈ ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കും. പിന്നെ DMK-യുടെ ഒരു സ്ഥിരം മറുപടി എന്ന് പറയുന്നത്, എന്ത് പ്രശ്നം ചോദിച്ചാലും, തമിഴ്നാട്ടിലെ എന്ത് പ്രതിസന്ധിയെക്കുറിച്ചോ എന്തിനെക്കുറിച്ചോ ആരെങ്കിലും ചോദ്യം ചെയ്യും, ഉടനെ തന്നെ ഉത്തരേന്ത്യ, ഹിന്ദി, സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറെ വാക്കുകൾ പ്രയോഗിച്ച് ആ ചോദ്യങ്ങളെയും ഇഷ്യൂയെയും വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം അത് ഇന്നലെയും തമിഴ്നാട്ടിലുണ്ടായി. കാരണം തമിഴ്നാട്ടിലെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ പ്രമുഖ നടനായ വിജയ് ഈ സംഭവത്തിൽ ഇടപെടുകയും അദ്ദേഹം ഗവർണർക്ക് ഒരു പരാതി കൊടുത്തു. അപ്പോൾ ഗവർണർ വിജയിയുടെ കയ്യിൽ നിന്നും, ജോസഫ് വിജയുടെ കയ്യിൽ നിന്നും പരാതി സ്വീകരിച്ചു എന്ന് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തപ്പോഴേക്കും തമിഴ്നാട്ടിലെ DMK നേതാവ്, ഗവർണർ ഇവിടെ വർഗീയ വികാരം ആളിക്കത്തിക്കുന്നു, പിന്നെ വിജയുടെ പേര് വെറും വിജയ് എന്ന് മാത്രമാണ്, ജോസഫ് വിജയ് എന്നല്ല. ഇത്തരം ഇതൊക്കെ എന്ന് പറയുന്ന മുഖ്യ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് DMK ചെയ്യുന്ന ചില രാഷ്ട്രീയ കള്ളക്കളികളാണ്. അത് വീണ്ടും അവർ തുടർന്നു. എല്ലാ തവണയും ഈ തമിഴ്നാടിനെതിരെ എന്തോ ഗൂഢാലോചന വടക്കേ ഇന്ത്യയിൽ നിന്ന് നടക്കുന്നു. ഇതാണ് സ്ഥിരം പല്ലവി. തമിഴ്നാടിന് മുകളിൽ സനാതന ധർമ്മികൾ അടിൽപ്പിക്കുന്നു, അതുപോലെ തമിഴ്നാടിന്റെ സംസ്കാരത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യാജവാദങ്ങൾ, വ്യാജ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ എന്താണ് മനുഷ്യൻ നേരിടുന്ന പ്രശ്നം? മനുഷ്യന് വേണ്ടത് വെള്ളം, അല്ലെങ്കിൽ ജീവനും സ്വത്തിനും സുരക്ഷ. തമിഴ്നാട്ടിൽ ജീവനും സ്വത്തിനും സുരക്ഷ ഇല്ല. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം പറയുന്നതല്ല. ശരിക്കും തമിഴ്നാട്ടിലെ AIDMK, പിന്നെ പ്രതിപക്ഷ കക്ഷികളെ BJP, ഇവരെല്ലാം ഇക്കാര്യത്തിൽ ഒരേ സ്വരത്തിലാണ് പറയുന്നത്. പക്ഷെ അതിന് മറുപടിയില്ല. മറുപടി ഇവിടെ അരി എത്രാന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്നുള്ള രീതിയിലാണ് സ്ഥിരം പല്ലവി. ഇത് ശരിക്കു പറഞ്ഞാൽ ആ പീഡിതയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം ഇത് കേരളത്തിൽ നോക്കിയാൽ CPM ഏതാണ്ട് ഇതേ തന്ത്രങ്ങളൊക്കെ തന്നെയാണ് പയറ്റുന്നത്. CPM അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സവർണ അല്ലെങ്കിൽ സ്ഥിരം പ്രയോഗങ്ങൾ, ഇതൊക്കെ എത്ര നാള് ജനം ഇനി വിശ്വസിക്കുമെന്നുള്ളത് കണ്ടറിയണം. കാരണം ഇതൊക്കെ നാളുകളായിട്ട് പ്രയോഗിച്ചിട്ടും ദേശീയ തലത്തിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അപ്രത്യക്ഷമാവുകയാണല്ലോ, ഇടത് കക്ഷികളൊക്കെ. തമിഴ്നാട്ടിൽ എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് ഇതുവരെ ഇതിനകത്തിൽ ഒരു കൃത്യമായ നിലപാടെടുത്തിട്ടില്ല. എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട്? യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ക്രിയാത്മകമായ ഒരു പരിഹാരവുമായി മുന്നോട്ട് വരാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിന് ദേശീയ തലത്തിലും സ്വാധീനമുണ്ട്. തമിഴ്നാട്ടിലെ പിന്നെ ഭരണ മുന്നണിയിലെ ഒരു പ്രമുഖ ഘടകകക്ഷിയുമാണ് കോൺഗ്രസും. ഇക്കാര്യത്തിൽ കൃത്യവും ശക്തവുമായ നിലപാടുമായി വരണം. അല്ലെങ്കിൽ കോൺഗ്രസിന് ഇന്ന് അവശേഷിക്കുന്ന ശക്തി പോലും തമിഴ്നാട്ടിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങളുടെ വികാരം പീഡിതയോടൊപ്പമാണ്. ജനം തമിഴ്നാട്ടിലെ അക്രമ ഭരണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയാണ്.
ഇതോടൊപ്പം നിൽക്കുകയല്ല വേണ്ടത്. ഇതാണ് എനിക്ക് എന്തായാലും തോന്നുന്നത്. തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് കാത്തിരിക്കാം തമിഴ്നാട്ടിൽ എന്താണ് സംഭവിക്കുക എന്ന്. ഈ ആരാണ് ഈ സാർ എന്നറിയാൻ തമിഴ്നാട്ടിലുള്ള ജനങ്ങളെ പോലെ തന്നെ നമുക്കും ആകാംക്ഷയുണ്ട്. ആ ആള് DMK-യിലെ ഏതോ ഒരു പ്രമുഖനാണ് എന്ന് ജനം സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിലെത്തും. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷയുണ്ട് സത്യം തെളിയും. തമിഴ്നാട്ടിലെ ആ പീഡിപ്പിക്കപ്പെട്ട നിരാലംബയായ പെൺകുട്ടിക്ക് നീതി ലഭിക്കും എന്ന് നമ്മൾ നീതി ലഭിക്കണേ എന്ന് നമ്മൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ശരി, നന്ദി.